അസ്സലാമു അലൈക്കും വബറകാത്തു. മക്കയിലും മദീനയിലും വിലസി നടന്ന ഖദീജ ബീബി റളിയല്ലാഹു അൻഹു സ്വർഗനിവാസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ എല്ലാ തണലും എല്ലാ സ്നേഹവും എല്ലാ എല്ലാം കൊടുത്ത ഖദീജ ബീബി രണ്ട് ഭർത്താവിന് മരണശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് അന്വേഷിച്ചിട്ട്. കാരണം വിശ്വാസത്തിൻ്റെ പേരിലാണ് മാരേജ് ചെയ്യുന്നത് അവർ. കാരണം ഖദീജ ബി ഉലൈദ് രാജാവിൻ്റെ വലിയ കച്ചവടക്കാരിയ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സും 40 വയസ്സ് ഖദീജ ബിക്കും. അപ്പോൾ ഗേൾസിന് വലിയ വയസ്സായാൽ ചെറിയ വയസ്സുള്ള ആണി കഴിച്ചുവിടാനൊന്നുമില്ല കേട്ടോ. അൽഹമീൻ കഴിച്ചെങ്കിൽ അൽഹമീനെക്കാട്ടി വലുതൊന്നല്ല ഈ ലോകത്തുള്ള മുത്തികൾ. അൽഹമീൻ ലോകസുന്ദര സത്യവിശ്വാസി സൽസ്വഭാവി എല്ലാം അടങ്ങിയതാണ് അൽഹമീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എല്ലാം കൊടുത്തിട്ട് കൂടെ ജീവിച്ച ഖദീജ ബീവി ജോലി ചെയ്ത് നല്ല മകളായി മാതൃക കാണിച്ചത് ഉമ്മത്തികളായ നമ്മൾ മുസ്ലിങ്ങളും എല്ലാവരും സ്ത്രീകൾ ജീവിതത്തിന് വിഷമം വന്നാൽ അധ്വാനിച്ച് ജീവിക്കാനാണ് ആ വഴി കാട്ടിയത്. ജീവിക്കാനായ വഴി കാട്ടിയത്. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ ഹൂറിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരളിൻ്റെ കഷ്ണമാണ്. അവളെ സ്വർഗത്തിൽ നാളെ കൈപിടിച്ച് കയറ്റുന്നത് ഫാത്തിമ ബീവിയാണ് റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അർശിലെ പുലിയാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഗോതമ്പ് മാവ് അരച്ചിട്ട് വിൽക്കാൻ കൊടുത്തയച്ചത് ഖദീജ ബീവി കുടിയടങ്ങി നിന്നിട്ട്. നല്ല വൺ തറവാടിയാണ്. തടവാറിയും അൽഹമീൻ്റെ സ്വർഗത്തിലെ ഊറിയായ മകളുമാണ്. അപ്പോൾ ഖദീജ ബീവി ചെയ്ത പോലെ കച്ചവടം ഈ തരീക്കസി ചെയ്തിട്ടുണ്ട്. ബസ്സിൽ നിന്ന് വീണ് മരിക്കാൻ പോകുമ്പം കണ്ടക്ടർ കയറി പിടിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ എല്ലാത്തിനും ബാഗ് വെക്കാൻ കയറ്റി വെക്കാനെല്ലാം സഹായിക്കൽ പുരുഷന്മാർ തന്നെയാണ്. എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഊന്ന് മുറിയില്ല, നമ്മളെ തൊലി തമ്മി തൊട്ടിട്ട് വേണ്ടാധീനം കാണിക്കുന്നില്ല. അപ്പോൾ അഭിനയിക്കുന്നവരെല്ലാം അഭിമാനം വിൽക്കുന്നവരാണല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അഭിനയിക്കുന്നവർ ഗായകികളുടെ അഭിമാനവും അന്തസ്സും വിൽക്കുന്നവരാണ്. റീൽസിൽ മ്യൂസിക് വീഡിയോ ഇടുന്നാളൊന്നും അഭിമാനം വിൽക്കുന്നവരെന്നല്ല കേട്ടാ. അത് അവരവരുടെ കഴിവ് എടുത്ത് പ്രവർത്തിച്ച് കാണിക്കുന്നതാണ്. ഇനി അഭിമാനവും അഭിനിവേശം വിൽക്കുന്നവരെന്ന് പറഞ്ഞിട്ട് നടക്കണ്ട കേട്ടാ. അഭിമാനമുള്ളവരെ അഭിമാനത്തിൻ്റെതേ കാണിക്കുന്നുള്ളൂ. റീൽസ് വീഡിയോസ് അന്തസ്സോടെ നല്ല മറവോടെ ഇടുന്നത്, അല്ലാതെ ഡ്രസ്സ് കഴിച്ചിട്ടും മറ്റൊക്കെ മറിച്ചാക്കിയിട്ടും മോശമായ അശ്ലീലത ഒന്നും കാണിക്കുന്നില്ല കേട്ടാ. പിന്നെ അന്തസ്സ് അഭിമാനം വിൽക്കുന്നൊന്നും പറയണ്ട. അപ്പോൾ നടീനടന്മാരെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം അഭിമാനം വിൽക്കുന്നവർ, അന്തസ്സും അഭിമാനമെല്ലാം വിൽക്കുന്നവരാണ്. അത് ശരി, ഓക്കെ. അപ്പോൾ ഒക്കെ മനസ്സിലായി.